സാധാരണക്കാരുടെ കാര്യത്തിൽ FCRA എങ്ങനെയാണ് ബാധിക്കുക? ഞാൻ 37 കൊല്ലമായിട്ട് ഈ ചാർട്ടേഡ് അക്കൗണ്ടൻ്റായി പ്രാക്ടീസ് ചെയ്യുന്നതാണ്. FCRA കുറിച്ച് നല്ല ബോധ്യമുണ്ട്. ഞങ്ങൾ കണക്കുകൾ ഓഡിറ്റ് ചെയ്യുന്നവരാണ്. ശരിക്കും പറഞ്ഞാൽ വിദേശത്തുനിന്ന് കിട്ടുന്ന പണം കൊണ്ട് ലാൻഡ്, ബിൽഡിങ്, മിഷനറി, സ്കൂൾ ബസ്, ആംബുലൻസ് ഇങ്ങനെയുള്ള സാമഗ്രികളാണ് അധികവും ഈ സമുദായങ്ങളും സ്ഥാപനങ്ങളും ക്രിയേറ്റ് ചെയ്യുന്നത്. ആ സ്ഥാപനങ്ങൾ വഴിയാണ് അവർക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്, എഡ്യൂക്കേഷൻ, അതുപോലെ മറ്റുള്ള സാമ്പത്തിക സഹായങ്ങളെല്ലാം ഇത് ഇൻഡയറക്റ്റ് ആയിട്ടാണ് പബ്ലിക്കിലേക്ക് വന്നു ചേരുന്നത്. അതായത് സാധാരണക്കാരെ ബാധിക്കുന്നത് ഈ സ്ഥാപനങ്ങൾ പൂട്ടപ്പെടുന്ന സാഹചര്യത്തിൽ, മറ്റൊരു ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ ഇത് സാധാരണക്കാരെ ബാധിക്കും അല്ലേ? എന്റെ ചോദ്യം, ഈ FCRA ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ആവശ്യമുള്ളതാണ്. ഇപ്പോൾ അയാൾ ഒരു ചാരിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങി, ഒരാൾ സ്വന്തമായിട്ടൊരു ചാരിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയാലും അയാൾക്ക് വിദേശത്ത് പണം സ്വീകരിക്കുന്ന FCRA വേണ്ടേ? വേണം. ആ സ്ഥാപനം വഴി ഉപഭോക്താക്കൾ ബെനിഫിഷ്യറി ആയിട്ട് വരുന്നത് പബ്ലിക്കാണ്. ഞാനൊരു പ്രധാന കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷനിലാണ്.